ഒരു കാരണവശാലും ശനിയുടെ ഉപദ്രവം ഉണ്ടാവില്ല. അപ്പം ജോലിയാവാം, വിദ്യാഭ്യാസമാവാം, സമ്പത്താവാം, തൊഴിലുയർച്ചയാവാം, അങ്ങനെയുള്ള ഏത് കാര്യങ്ങൾക്കും. നമസ്കാരം, കൈപ്പേശ്ശേരി ഗോവിന്ദമ്പുരി. നമ്മൾ പലരും, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം, എല്ലാവരും കേട്ടിട്ടുണ്ട് ഹനുമാൻ ചാലീസ്. അത് കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പ്രശസ്ത, ഇപ്പോൾ ഈ കർക്കിടക മാസമാകുമ്പോൾ അതിന് പ്രാധാന്യങ്ങളുണ്ട്. പ്രശസ്ത ശ്രീരാമഭക്തരായ ശ്രീരാമനെ ഭജിച്ചുകൊണ്ടിരുന്ന തുളസീദാസ് ശ്രീരാമഭദ്രത്തിൽ ജീവിച്ചിരുന്ന കാലഘട്ടം അദ്ദേഹം ഒരിക്കൽ ഔറംഗസീബിനെ കാണാൻ പോയി, അല്ലെങ്കിൽ ഔറംഗസീബുമായിട്ട് കണ്ടു. അപ്പം എവിടെ താങ്കളുടെ ശ്രീരാമൻ ചോദിച്ച ഔറംഗസീബ് നമ്മുടെ തുളസീദാസിനെ കളിയാക്കിയപ്പോൾ മനസ്സിൽ നന്മയും ഈശ്വരീയതയും ഉണ്ടെങ്കിൽ മാത്രമാണ് ശ്രീരാമനെ കാണാൻ പറ്റുമെന്ന് തുളസീദാസിൻ്റെ മറുപടി വന്നു. അപ്പോൾ അദ്ദേഹം ഔറംഗസീബ് ഈ തുളസീദാസിനെ ജയിലിലടച്ചു എന്ന് പറഞ്ഞു. ആ ജയിലിലടച്ചപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്ന് എഴുതിയതാണ് ചാലീസ്, ഹനുമാൻ ചാലീസ്. 40 ശ്ലോകങ്ങളാണ് ആ ചാലീസ് എന്ന് പറഞ്ഞ പറയണേ. അതുകൊണ്ടാണ് അങ്ങനെ ഹനുമാൻ ചാലീസ് അദ്ദേഹം എഴുതേണ്ടത്. അപ്പോൾ ആ ഹനുമാൻ ചാലീസ് ഇന്ന് ഒട്ടനവധി ആൾക്കാർ ജപിക്കുന്ന ഒരു ദിവ്യമായ മന്ത്രമാണ്. ഞാനിപ്പോൾ പറയുന്നത് അതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഹനുമാൻ ചാലീസ് ശക്തമായ ഗുണഗണങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ ശ്ലോകമാണ്. എല്ലാ ദിവസവും ഹനുമാൻ ചാലീസ് നൽകുന്ന കേരളത്തിലും നോർത്ത് ഇന്ത്യയിലായി നിരവധി ഭക്തന്മാരുള്ളതാണ് എല്ലാ ദിവസവും ചൊല്ലുന്ന ആൾക്കാർ. കാരണം അതുകൊണ്ട് അതിഗംഭീരമായ ഫലമാണ് ഈ ഹനുമാൻ ചാലീസ് കൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. അല്ലെങ്കിൽ ശനിദശ, 7.5 ശനി, കണ്ടകശനി, ജന്മശനി, ജാതകത്തിലെ ശനി ദോഷമായി നിൽക്കുക, അങ്ങനെ ശനിയുമായി ബന്ധപ്പെട്ട എന്ത് പ്രശ്നങ്ങൾക്കും പൂർണ്ണമായ പരിഹാരമാണ് ഹനുമാൻ ചാലീസ്. ഹനുമാനെ അത്രയ്ക്ക് പേടിയാ ഈ ശനിക്കുന്നവണ്ണെ. ഹനുമാൻ ചാലീസ് ചൊല്ലുന്ന ആരെയും, അല്ലെങ്കിൽ ഹനുമാനെ ഭജിക്കുന്നവരെ ഒരു കാരണവശാലും ശനിയുടെ ഉപദ്രവം ഉണ്ടാവില്ലെന്ന്. അപ്പം അങ്ങനെയുള്ള 7.5 ശനി, കണ്ടകശനി, അങ്ങനെയുള്ള ശനിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും. ഇപ്പം ജാതകത്തിൽ ജനിക്കുമ്പോൾ ശനി മോശം സ്ഥലത്താണ്. അങ്ങനെ വരുന്നവർക്ക് ശനി നന്നാവാനായിട്ട്, ശനിയുടെ അനുഗ്രഹം കിട്ടാൻ, അല്ലെ ശനിയുടെ ദോഷം ഉണ്ടാവാതിരിക്കാൻ ജപിക്കാൻ പറ്റിയതാണ് ഹനുമാൻ ചാലീസ്. ആ ഹനുമാൻ ചാലീസിൻ്റെ ജപമുള്ള ഒരാളെ ഒരു കാരണവശാലും, ഹനുമാൻ ചാലീസിൻ്റെ ജപമുള്ള ഒരാളെ ഭഗവാൻ ഒരു കാരണവശാൽ പോലും തൊടില്ല എന്നാണ് പറയുന്നത്. അതായത് ശനി ഭഗവാൻ തൊടില്ല എന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഹനുമാൻ ചാലീസ് ശനിപ്രീതിക്ക് അതിഗംഭീരമാണ്. ഹനുമാൻ ചാലീസ് സേവിക്കുന്ന വേറെ ഒരാൾക്ക് സ്വഭാവ രൂപീകരണം, നല്ല സ്വഭാവം ഉണ്ടാവുക. നല്ല സ്വഭാവം ഉണ്ടാവാനായിട്ട് ഏറ്റവും നല്ലതാണ് ഹനുമാൻ ചാലീസ്. ഈ ഹനുമാൻ ചാലീസ് രാവിലെ കുളിച്ചിട്ടാണ് കൂടുതലായിട്ട് ജപിക്കണേ. വൈകുന്നേരം ജപിക്കുന്നവരുമുണ്ട്. ഏതു പ്രായക്കാർക്കും ജപിക്കാം. അതാണ് ഹനുമാൻ ചാലീസിൻ്റെ പ്രത്യേകത. രാവിലെയും ജപിക്കാം, വൈകുന്നേരം ജപിക്കാം. അതിന് വിരോധമൊന്നുമില്ല. രാവിലെയാണ് കേമാണ്. എല്ലാ പ്രായക്കാർക്കും ജപിക്കാം. ഭഗവാനെ ഓർത്തോട് ജപിക്കാവുന്നതാണ്. ഹനുമാൻ ചാലീസിന് ഇപ്പം ശനിയുടെ ഉപദ്രവത്തിൽ രക്ഷപ്പെടും എന്ന് പറഞ്ഞ പോലെയാണ് നല്ല സ്വഭാവ രൂപീകരണം. നല്ല സ്വഭാവ രൂപീകരണത്തിന് എപ്പോഴും ഈ പറയുന്ന ഹനുമാൻ ചാലീസ് ഒരുപാട് ഉപകാരമായി വരുന്നുണ്ട്. അതുപോലെ ദുഷ്ടശക്തികൾ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യരാവാം, വ്യക്തികളാവാം, കണ്ണുകൊണ്ട് കാണാൻ മേലാത്ത എന്തെങ്കിലും ആവാം. അങ്ങനെയുള്ള എല്ലാ ദുരിതങ്ങളിൽ നിന്നും രക്ഷ നേടാൻ, സംരക്ഷിക്കാൻ 100% ഉറപ്പാണ് ഹനുമാൻ ചാലീസ്. ഹനുമാൻ ചാലീസ് ചെല്ലുന്ന ദുരുപദ്രവങ്ങളെ മുഴുവൻ മാറ്റും എന്ന് പറഞ്ഞത്. അത് ശത്രുബാധകളാണെങ്കിലും, ശത്രുദോഷം എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ചീത്തയായ ചിന്താഗതികൾ ഉണ്ടാവുക, ചീത്തയായ പ്രവൃത്തികൾ ഉണ്ടാവുക, കുടുംബകലഹം ഉണ്ടാവുക, ബന്ധുജന വിരോധം ഉണ്ടാവുക, നാട്ടിൽ നമുക്ക് വൈരാഗികൾ ഉണ്ടാവുക. അങ്ങനെയുള്ള സാധനങ്ങൾക്ക് മുഴുവൻ, അങ്ങനെയുള്ള ശത്രുക്കളുടെ, അതായത് എതിരായി നിൽക്കുന്ന പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കാൻ മുഴുവൻ ഹനുമാൻ ചാലീസ് നല്ലതാണ്. ശനിയുടെ സർവ്വ ദുരിതങ്ങളെയും ഇല്ലാണ്ടാക്കാൻ ഹനുമാൻ ചാലീസ് നല്ലതാണ്. നല്ല സ്വഭാവ രൂപീകരണം, ഏറ്റവും നല്ല സ്വഭാവ രൂപീകരണത്തിന് ഏറ്റവും നല്ലതാണ് ഹനുമാൻ ചാലീസ്. അതുപോലെ തന്നെ നല്ല ഭാഗ്യങ്ങൾ ഉണ്ടാവാൻ, വളരെ നല്ല ഭാഗ്യങ്ങൾ ഉണ്ടാവാൻ ഹനുമാൻ ചാലീസ് വളരെ നല്ലതാണ്. നമുക്കുണ്ടാവുന്ന ഭാഗ്യങ്ങളെ എല്ലാം കൂട്ടുന്നതിന് വേണ്ടി, ഭാഗ്യാഭിവൃദ്ധികൾ ഉണ്ടാക്കാൻ വേണ്ടി ഹനുമാൻ ചാലീസ് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ മനുഷ്യന് ഏറ്റവും പ്രശ്നമാണ് സമ്മർദ്ദങ്ങൾ. മാനസികമായ വിഷമങ്ങളും സമ്മർദ്ദങ്ങളും വർദ്ധിപ്പിക്കുക, നല്ല ബുദ്ധി ഉണ്ടാവുക.
അതുകൊണ്ട് നല്ല വിഷൻ, നല്ല വ്യൂ, നല്ല കാഴ്ചപ്പാട് അതൊക്കെ നമ്മളിൽ നഷ്ടപ്പെടുക. ആ സമയങ്ങളിലൊക്കെ ഏറ്റവും നന്നായി നമുക്ക് ജപിക്കാൻ പറ്റുന്ന ഹനുമാൻ ചാലീസ കൊണ്ട് നല്ല ദൃഢമായ മനസ്സിനുടമയായി മാറും. കറക്റ്റായിട്ട് അതെങ്ങനെ ചെയ്യണം എന്നുള്ള കൂർമ്മമായ ബുദ്ധിയെ സൃഷ്ടിക്കാൻ സാധിക്കും. ഓർമ്മശക്തി ഉണ്ടാവും. സമ്മർദ്ദങ്ങളെ, മാനസികമായി വരുന്ന സമ്മർദ്ദങ്ങളെ മുഴുവൻ ഇല്ലാണ്ടാക്കാനായിട്ട് ഈ ഹനുമാൻ ചാലീസിന് സാധിക്കും എന്ന് പറയുന്നത്. എന്ത് സമ്മർദ്ദങ്ങളുണ്ടോ ആ സമ്മർദ്ദങ്ങളെ മുഴുവൻ ഇല്ലാതാക്കാം. ഐശ്വര്യം, അതുപോലെ ശ്രീത്വം ഉണ്ടാവാൻ, ഐശ്വര്യത്തെ സമ്പാദിക്കാൻ, ഐശ്വര്യം എല്ലാം ഉണ്ടാവും. ജോലിയാവാം, വിദ്യാഭ്യാസമാവാം, സമ്പത്താവാം, തൊഴിലുയർച്ചയാവാം, അങ്ങനെയുള്ള ഏത് കാര്യങ്ങൾക്കും ഈ എന്താ പറയണേ ഹനുമാൻ ചാലീസ് വളരെ 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 ഗംഭീരമാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ആഗ്രഹപൂർത്തീകരണം. നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും, നടക്കണം. ആ ആഗ്രഹപൂർത്തീകരണം ഹനുമാൻ ചാലീസ് വളരെ വളരെ കേമാണ്, വളരെ ഗംഭീരമാണ്. ഈ ഹനുമാൻ ചാലീസ് നമ്മൾ ആഗ്രഹം പറഞ്ഞു പ്രാർത്ഥിക്കാം, ആ ആഗ്രഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ലത്. എന്താ പറയണേ കാര്യങ്ങൾക്ക് ഏറ്റവും നല്ല കാര്യങ്ങൾക്ക് നല്ലതാണ്. അതുപോലെ ബുദ്ധിശക്തിക്ക്, ബുദ്ധി ഉണരാൻ, എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ ചെയ്യണം, അങ്ങനെയൊക്കെ കാണിക്കാനും, അങ്ങനെ എന്താ പറയണേ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. കാരണം വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഏത് സമയത്തും നമുക്ക് നല്ല സൽബുദ്ധി ഉണ്ടാവണമാണ് ജീവിതത്തിൽ ഏറ്റവും ശ്രീത്വം. അതിനൊക്കെ വേണ്ടിയിട്ട് ഹനുമാൻ ചാലീസ പോലെ. അതുപോലെ ഐക്യം ഉണ്ടാവുക. ഇപ്പോൾ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്, അവരുടെ അഭിപ്രായത്തോടെ ഐക്യം ഉണ്ടാവുക. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന അവർക്ക് ഐക്യം ഉണ്ടാവുക. ഒരു കുടുംബത്തിൽ ഐക്യം ഉണ്ടാവുക. ബന്ധുജനങ്ങൾ ഐക്യം ഉണ്ടാവുക. അതിനൊക്കെ ഹനുമാൻ ചാലീസ് അതിഗംഭീരമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സംയോജനം, യോജിപ്പിക്കുന്നതിനായിട്ട് ഏറ്റവും നല്ല എന്താ പറയണേ നല്ല കാര്യമാണ് ഈ പറയുന്ന ഹനുമാൻ ചാലീസ. അതുപോലെ തന്നെ ദുഷ്ടന്മാരുടെ ആക്രമണം എന്ന് പറഞ്ഞാൽ നമുക്ക് മോശമായി, നമുക്കെതിരായി നിൽക്കുന്ന ആൾക്കാരുടെ ആക്രമണം എന്ന് പറഞ്ഞാൽ ശാരീരികമായി ഉപദ്രവിക്കുക എന്നുള്ള, ചിലപ്പോൾ വാക്കുകൊണ്ടാവാം, ചിലപ്പോൾ ബുദ്ധി കൊണ്ടാവാം, ചിലപ്പോൾ മീഡിയ വഴിയാവാം, ചിലപ്പോൾ ശരീരം കൊണ്ടാവാം, എങ്ങനെയുള്ള ആക്രമണങ്ങൾ. അതായത് ഒറ്റ വാക്കി പറഞ്ഞ പൂർണ്ണ സംരക്ഷണ കവചമാണ് ഹനുമാൻ ചാലീസ്. ഹനുമാൻ ഉപാസന തന്നെ അതിഗംഭീരമാണ്. അത് കർക്കിടക മാസം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം ഏറ്റവും നല്ല മര്യാദ പുരുഷനായി നിൽക്കുന്ന ഭഗവാനെ എത്ര ഗംഭീരമായി, എത്ര കേമായി, എത്ര നന്നായിട്ട് ഉപാസിക്കാവോ. അതിൻ്റെ ഉപാസനയുടെ ഏറ്റവും മൂർത്തിഭാവമാണ് ഹനുമാൻ സ്വാമി. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങളും. അപ്പോൾ ഈ പറയുന്ന എല്ലാ നന്മകളിലേക്കും ഐശ്വര്യങ്ങളിലേക്കും ഹനുമാൻ ചാലീസ് വളരെ ഗംഭീരം തന്നെയാണ്, വളരെ കേമത്തമാണ്. ഹനുമാൻ ചാലീസിൻ്റെ ഉപാസന തന്നെ നല്ലതാണ്, ഹനുമാൻ ഉപാസന നല്ലതാണ്. ഇപ്പം നമ്മൾ യാത്രയൊക്കെ പോവുക, രാവിലെ ഹനുമാൻ ചാലീസ് ചെയ്തിട്ട് പോയിക്കോളൂ, ഒരു അപകടം ഉണ്ടാവില്ല, ദുരിതങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ അത്രയ്ക്ക് കേമ, എല്ലാവിധ സംരക്ഷണമാണ്. അപ്പം അത് കാരണം ഒട്ടനവധി ആൾക്കാർ ഹനുമാൻ ചാലീസുമായി വായിക്കുന്നത് എനിക്കറിയാം. പക്ഷേ വായിക്കാത്തവരൊന്ന് പുസ്തകം മേടിക്കുന്നതും വായിക്കുന്നതും അതുമായിട്ട് മുന്നോട്ട് പോകുന്നതും എല്ലാ സംരക്ഷണത്തിലും, എല്ലാ നന്മയ്ക്കും, എല്ലാ ഐശ്വര്യത്തിലും ഏറ്റവും കേമാണ്, ഏറ്റവും ശ്രീത്വമാണ്. ഒന്ന് വായിച്ചു പഠിച്ചോളൂ. പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നതാണ്. ഹനുമാൻ ചാലീസിൻ്റെ സൽഗുണങ്ങൾ ഭയങ്കര ഗംഭീരം തന്നെയാണ്. അത് അനുഭവിച്ചറിയേണ്ടതാണ്. നമസ്കാരം. ഗോവിന്ദപുരി.